ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 2025 അതായത് 20th എഡിഷൻ്റെ റിസൾട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തു. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്, ഇനി അടുത്തത് എന്താണ്, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണിത്. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 20th എഡിഷൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 21st എഡിഷൻ അതായത് 2026 പരീക്ഷയുടെ അപ്ലിക്കേഷൻ ഡേറ്റും എക്സാം ഡേറ്റും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തു. അത് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത്ര നേരത്തെ ഒന്നും പൊതുവെ ബാർ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരാറില്ല. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ റിസൾട്ട് നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു 2025 ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 69%. ഓക്കെ, 69% ഓൾ ഇന്ത്യ ലെവലിലുള്ള പാസ് പെർസെൻറ്റേജ്. അതിൽ തന്നെ കേരളത്തിൽ 3649 പേര് പരീക്ഷ എഴുതി, 2841 പേര് പാസ്സാവുകയും ചെയ്തു, 808 പേര് എന്ത് ചെയ്തു, ഈ എക്സാമിന് ഫെയിൽ ആവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ഭയങ്കര എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ഈ പ്രാവശ്യം ഒരുപാട് വലിയ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അതുപോലെ തന്നെ വലിയ മൈൻഡ് അപ്ലൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വർഷത്തെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പേപ്പറിലുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് റിലീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ വർഷത്തെ അതായത് ഇപ്പോൾ 21st എഡിഷൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്തായാലും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു മേജറായിട്ട് ഡെവലപ്മെൻറ്റ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ്റെ ഒഫീഷ്യൽ സൈറ്റ് അതെടുത്ത് നോക്കണം. അതിലെല്ലാം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റിസൾട്ട് വന്നു, അതിൽ തന്നെ ചില ആൾക്കാർക്ക് ഈ റിസൾട്ടിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ട്. ഓക്കെ, അവർ എന്ത് ചെയ്താൽ അവർ ഓക്കെ ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ അവർ പാസ്സായി, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിൽ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ OMR റീചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു 500 രൂപ ഫീസൊക്കെ അടച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോർട്ടലിൽ കയറുക, ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ നമ്മുടെ പോർട്ടലിൽ കയറുക, അവിടെ തന്നെ റീചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് വന്നിട്ട് അതിൽ കയറി ഫീസ് അടച്ച് എന്ത് ചെയ്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ OMR റീചെക്ക് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 23. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഞാൻ പറ്റിയാണ് ബാക്കി ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് അണ്ടർടേക്കിംഗ് ഒന്നും വെക്കാതെ നോർമലായിട്ട് എയിം പാസ്സായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാവരും അണ്ടർടേക്കിംഗ് വെച്ചിട്ടായിരിക്കും എയിം എഴുതിയിട്ടുണ്ടാവും. അല്ലാത്തവർ അണ്ടർടേക്കിംഗ് ഒന്നും വെക്കാണ്ട് എയിം എഴുതി പാസ്സായിട്ടുള്ള ആൾക്കാർ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനിയും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്നൊരു സാധനം നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് ഇഷ്യൂ ചെയ്യും നമുക്ക്. ഓക്കെ, അത് നമ്മുടെ കൺസേൺഡ് സ്റ്റേറ്റ് ബാർ കൗൺസിലിലേക്ക് വരും. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഒരു 6-7 months എടുക്കും നമ്മുടെ COP നമ്മുടെ കയ്യിൽ കിട്ടാനെന്നാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ത് ചെയ്യുന്നതിന് നമുക്ക് കിട്ടും. അന്നേരം അത് കിട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയും അണ്ടർടേക്കിംഗ് വെച്ചിട്ട് എയിം പാസ്സായിട്ടുള്ള കുട്ടികളുണ്ട്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ പലരും ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞ എൻറോൾമെൻറ്റ് 10th 11th നടന്ന എൻറോൾമെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിന് താഴെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഓക്കെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ആ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അതിൻ്റെ ആ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ മേളിൽ പേന വെച്ച്, ഓർക്കണം, പേന വെച്ച് നിങ്ങൾ നിങ്ങളുടെ K നമ്പർ എൻ്റർ ചെയ്യണം. K നമ്പർ കിട്ടാൻ എന്താ വഴി, നിങ്ങളുടെ ബാർ കൗൺസിലിൻ്റെ സൈറ്റിൽ നിങ്ങൾ കയറുക. ബാർ കൗൺസിൽ ഓഫ് കേരള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഹോം സ്ക്രീനിൽ തന്നെ കഴിഞ്ഞ 10th 11th എൻറോൾ ചെയ്ത ക്യാൻഡിഡേറ്റ്സ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ട്, ആ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് കോളമായിട്ട് നിങ്ങളുടെ K നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ K നമ്പർ പേന വെച്ച് നിങ്ങളുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് എഴുതാണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിഫക്റ്റ് അടിക്കും. അപ്പോൾ അണ്ടർടേക്കിംഗ് കൊടുത്ത് എയിം പാസ്സായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി നിങ്ങൾ ആ റിസൾട്ടിൻ്റെ അടിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങളവിടെ കയറി അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫെയിലായിട്ടുള്ള ആൾക്കാർ, ഓക്കെ ഫെയിലായിട്ട് ഈ കഴിഞ്ഞ ബാർ എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ഫെയിലായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറുക. ബാർ കൗൺസിൽ ഓഫ് കേരള കയറി നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ അതിലൊരു ഡിക്ലറേഷൻ കിട്ടും. നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ വരും. ആ ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ എൻറോൾ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ എയിം ഞാൻ പാസ്സായിക്കൊള്ളാം, അതുവരെ എന്നെ എന്ത് ചെയ്യണം,
എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കണം. ഓക്കെ, അപ്പോൾ ആ മാറ്റർ നിങ്ങൾക്ക് നിങ്ങൾ ഡാഷ്ബോർഡിൽ കയറി കിട്ടുക. അതൊരു 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാക്കി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഒപ്പം ഫിസിക്കൽ നിങ്ങളുടെ ബാർ കൗൺസിൽ ഓഫ് കേരള ഓഫീസിൽ നിങ്ങൾ പോയി പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഇനി എയ്വ് പാസ്സായില്ല, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ എൻറോൾ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ എയ്വ് പാസ്സായാൽ മതി. 2 വർഷത്തിനുള്ളിൽ നിർബന്ധമായി എയ്വ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം. അപ്പോൾ എൻറോൾ ചെയ്ത് 2 വർഷം വരെ നമുക്ക് ടൈം ഉണ്ട് അത് ആ എയ്വ് പാസ്സാവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ ഡിക്ലറേഷൻ മറക്കാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ ഡിക്ലറേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾക്ക് എൻറോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്ന 6 മാസം. ഓക്കെ, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാർ കൗൺസിൽ ഓഫ് കേരള ഓഫീസിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പുതുക്കണം. പിന്നെ ഒരു 6 മാസം കൂടെ അവർ പുതുക്കി തരും. അപ്പോൾ ടോട്ടൽ 1 വർഷം. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടച്ച് പിന്നെ നിങ്ങൾ പുതുക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പുതുക്കണം. ഓക്കെ, അതിന് 6 മാസമാണ് വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, പിന്നെ എയ്വ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എയ്വ് പാസ്സായി COP കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ച ആൾക്കാർ. റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത വെച്ച ആൾക്കാർ പല റീസൺസിന് അവർ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കും. റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത ആൾക്കാരുടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ഒഫീഷ്യൽ സൈറ്റ് വഴി പറഞ്ഞിട്ടുണ്ട്. അവരുടെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ആ റിസൾട്ടിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ചില പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കെ നമ്പർ നിങ്ങൾ പേന വെച്ച് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല, പേന വെച്ച് എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കെ നമ്പർ പേന വെച്ച് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾ പുതുക്കിയിട്ടുണ്ടാവും. ഞാൻ 6 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അത് പുതുക്കണം. അത് പുതുക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി പാസ്സായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, COPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. COP ഒരു 6-7 മന്ത്സ് എടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ആ COP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഫർദർ എക്സാമിനേഷൻ ഒന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ട്രൈബ്യൂണൽസ്, ഇന്ത്യയിലുള്ള ഏത് കോടതിയിലും വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിൽ കയറി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾ നോക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോയിൻ ചെയ്യാത്തവർ എന്തായാലും ജോയിൻ ചെയ്തിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കണ്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ താങ്ക് യു.